സഹാക്കൾ എന്തുകൊണ്ട് തോറ്റു? തലസ്ഥാനത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു? ഇതാണ് സഹാക്കൾ തന്നെത്താൻ അവനവനോട് തന്നെ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയൊക്കെ രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കി ചോദിക്കും, എന്താടേ തോറ്റത്? എന്തുകൊണ്ട് നമ്മൾ തോറ്റു? എല്ലാം ശരിയാക്കി അവസാനം വമ്പൻ തോൽവിയാണ് കിട്ടിയത്. നമുക്ക് ബാക്കിയുള്ളവരൊക്കെ മാറ്റി നിർത്താം. ശബരിമലയും വെള്ളാപ്പള്ളിയായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയും ആഗോള അയ്യപ്പ സംഗമത്തിലെ യോഗി ആദിത്യനാഥിന്റെ ക്ഷണക്കത്തും ഇതുമൊക്കെ പാർട്ടിയെ വല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി എന്നാണ് CPM ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരം CPMന്റെ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ സഹാക്കളൊക്കെ പറഞ്ഞത്. ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തലസ്ഥാനത്ത് BJP ഒരു വമ്പൻ നീക്കമാണ് നടത്തിയത്. കോർപ്പറേഷൻ BJPയുടെ കയ്യിലെത്തി. അതും 1-2 സീറ്റിലല്ല, 50ഓളം സീറ്റുകൾ നേടിയിട്ടാണ് BJP ഇത്തവണ അധികാരത്തിൽ എത്തിയത്, കോർപ്പറേഷൻ അധികാരത്തിൽ പിടിച്ചത്. അതിന് ആരാണ് കാരണം എന്നുള്ള ചോദ്യമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു കേട്ടത്. അതിനൊരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ മറുപടികളും ആര്യ രാജേന്ദ്രന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെയാണ് VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ആര്യ രാജേന്ദ്രനെതിരെ വാളെടുത്തു എന്നാണ് കേൾക്കുന്നത്. അതായത് ആര്യ ഒരാൾ മാത്രമാണ് തലസ്ഥാനത്ത് CPMന്റെ കലം താഴെയിട്ട് ഉടച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം അവര് ആഞ്ഞു ശ്രമിക്കുകയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആഞ്ഞു ശ്രമിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, വളരെ മൃദുവായുള്ള ശ്രമങ്ങൾ മതി, ആഞ്ഞു ശ്രമിക്കുകയൊന്നും വേണ്ട. കാരണം ആര്യ രാജേന്ദ്രൻ നമുക്ക് എല്ലാ രീതിയിലുള്ള വിജയ സാധ്യതയും ഉറപ്പാക്കിയിട്ടാണ് മേയർ സ്ഥാനത്ത് നിന്ന് മാറിയത്. അതുകൊണ്ട് ഈസി ആയിട്ട് BJPക്ക്, കാരണം UDFനെ കൊണ്ടുവരാൻ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല. ഭരിച്ച് മുടിപ്പിച്ചതല്ലാതെ തലസ്ഥാനത്ത് UDFനെ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് കേരള തലസ്ഥാനത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. LDFനെ കൊണ്ടും ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ലോക പ്രശസ്തി കിട്ടാൻ വേണ്ടി ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഞങ്ങൾ ഇതാ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാവിധ വാതിലുകളും തുറന്നു കൊടുക്കുകയാണ്. അതിലൂടെ സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരട്ടെ. സ്ത്രീപക്ഷമാണ് സർക്കാരിന്റെ വിജയം, സ്ത്രീ ശാക്തീകരണമാണ് സർക്കാരിന്റെ വിജയം എന്നൊക്കെ പ്രസംഗിച്ച് ആര്യമോളെ താലത്തിലിരുത്തി കൊണ്ടുവന്ന് ആ കസേരയിൽ ഇരുത്തി. മേയർ ഊട്ടി വന്നിരുന്നതേ പിണറായി വിജയൻ ഓർമ്മയുള്ളൂ. ഇറങ്ങിപ്പോയപ്പോ തലസ്ഥാനത്തെ കോർപ്പറേഷൻ കൂടി മേയർ ഊട്ടി അങ്ങ് കോഴിക്കോട്ടേക്ക് സച്ചിൻ ദേവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത്. കാരണം ഇവിടെ BJP അധികാരത്തിൽ വന്നു. ഗണഗീതമൊക്കെ പാടിയാണ് BJP കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ 21-ാം തീയതി കഴിഞ്ഞപ്പോൾ നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. വലിയൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. ആരായിരിക്കും തലസ്ഥാനത്തെ മേയർ? ഇനി അതും കൂടി അറിയുമ്പോൾ പിണറായിയുടെയും ആര്യയുടെയും ഗോവിന്ദന്റെയും ഒക്കെ നെഞ്ച് തകരാതിരുന്നാൽ നല്ലതായിരിക്കും. കാരണം ശബരിമല ഇവർക്കൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ശബരിമലയില് ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത് നല്ലത് തന്നെ, തെറ്റ് തിരുത്തുന്നതൊക്കെ നല്ലത് തന്നെ. പാർട്ടി തെറ്റ് തിരുത്തും, പിന്നെയും തെറ്റിയെയും പിന്നെയും തെറ്റ് തിരുത്തും. പിന്നെ തോൽവി ആരെങ്കിലും തലയെ കൊണ്ടുവച്ച് തടിയൂരും. ഇതൊക്കെ പാർട്ടി നേതാക്കളും കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ വലിയ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ വിജയിച്ചത് ശബരിമലയിലെ പാട്ടും ശബരിമല കൊള്ളയുമാണ്. അത്രയെങ്കിലും തിരിച്ചറിയാനുള്ള വിവരം ഇവർക്കുണ്ടായല്ലോ, അത് തന്നെ നല്ലത്. എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളെ തോൽപ്പിച്ചത്. ഇതിനപ്പുറം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചു, അല്ല ശബരിമലയൊക്കെയാണ് നിങ്ങളെ തോൽപ്പിച്ചതെങ്കിൽ പത്മകുമാറിന് എന്താണ് പുറത്താക്കാത്തത്? ആ സ്ഥാനം എന്താണ് അങ്ങനെ ഒഴിപ്പിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചോ പറയുകയാണ്, പത്മകുമാർ ചെയ്ത കുറ്റം കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. കോടതി കണ്ടെത്തി, കോടതി പലതവണ ജാമ്യം തള്ളി. കാരണം ഇവരെയൊക്കെ പുറത്തു വിട്ടാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് കോടതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജാമ്യം തള്ളി, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി, പിന്നെയും ജയിലിലേക്ക് പറഞ്ഞയച്ചു. കോടതി കണ്ടെത്തി ഇവർ ചെയ്ത കുറ്റങ്ങൾ എന്താണ് എന്നുള്ളത്. പക്ഷേ ഗോവിന്ദ മാഷ് കണ്ടെത്തിയിട്ടില്ല. ഗോവിന്ദ മാഷ് പറയുന്നു, ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിത്തള എന്ന് വെട്ടിയിട്ട് ചെമ്പെന്ന് എഴുതി. അവിടെ സ്വർണം ഉണ്ടായിരുന്നോ? ആ സ്വർണം ആരാണ് കൊണ്ടുപോയത്? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പപ്പനൊന്നും അറിയില്ല. പപ്പൻ പിഞ്ച് പൈതലാണ്. മറ്റേ കുഞ്ഞു മാമാറ്റക്കുട്ടി ഭരിച്ച് തലസ്ഥാനം BJPയുടെ കയ്യിൽ കൊടുത്തതുപോലെ കുഞ്ഞു പപ്പം ഭരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആയി ശബരിമലയിലെ മൊത്തം തൂത്തു വാരിക്കൊണ്ടുപോയി. ഇപ്പൊ അമ്പലമുണ്ട്, അയ്യപ്പനുണ്ട്. അയ്യപ്പൻ ഉണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല. എന്തായാലും അത് അവിടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം വിശ്വാസികളാണ്.
വിശ്വാസികളിൽ അതും കൂടെ തൊട്ടെന്നറിഞ്ഞാൽ സഹാക്കന്മാരെയും UDF-കാരെയും ഇനി BJP-ക്കാരും അതിലുണ്ടെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും വിശ്വാസികൾ ഒരു തീരുമാനം ഉണ്ടാക്കും. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് BJP-യുടെ സസ്പെൻസ് ആണ്. 26-ാം തീയതി ആ സസ്പെൻസ് പൊളിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ആ സസ്പെൻസ് എന്തായിരിക്കും? കരമന അജിത്ത് ആയിരിക്കുമോ മേയർ, അതോ VV രാജേഷ് ആയിരിക്കുമോ മേയർ, അല്ലെങ്കിൽ ശ്രീലേഖ IPS ആയിരിക്കുമോ മേയർ, ആരായിരിക്കും മേയർ? ഇതിലും ചുറ്റുമാണ് ഇങ്ങനെ. എന്തായാലും ദേശീയ നേതൃത്വത്തിനോട് കൂടി ആലോചിച്ച്, കേന്ദ്രത്തിനോട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എത്താൻ കഴിയൂ. കാരണം തിരുവനന്തപുരത്ത് ഇത്തവണ കൃത്യമായ ഫോക്കസ് ഉണ്ടാകണം എന്ന കേന്ദ്രം കൃത്യമായ മുന്നറിയിപ്പും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം. പിന്നെ മേയറുടെ അഹങ്കാരം, ധാർഷ്ട്യം ഒക്കെ വലിയ രീതിയിൽ തിരിച്ചടിയായി. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ആര്യ രാജേന്ദ്രൻ ഒരു നന്ദി പറയണം. പറ്റുമെങ്കിൽ ഒരു ക്യാഷ് അവാർഡ് നൽകണം. ഈ ന്യൂയോർക്കിലൊക്കെ പോയി ക്യാഷ് അവാർഡ് വാങ്ങുന്നതിനെക്കാളും നിങ്ങളാ ഒരു ക്യാഷ് അവാർഡ് നൽകുന്നത് നന്നായിരിക്കും. കാരണം BJP-യെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. സ്വാഭാവികമായും ആര്യ രാജേന്ദ്രനെ നിങ്ങളൊരു ക്യാഷ് അവാർഡെങ്കിലും നൽകി ജയിപ്പിക്കണം. എന്തായാലും സസ്പെൻസുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആരായിരിക്കും തിരുവനന്തപുരത്തെ മേയർ ഇതുവരെയുള്ള നീക്കങ്ങൾ അനുസരിച്ച് ഇതുവരെയുള്ള BJP-യുടെ ഒരു കുറച്ച് നാളുകളായി BJP ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ശ്രീലേഖ IPS-ന് അപ്പുറം ഒരാളെ ചിന്തിക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതൊരു സംശയമാണ്. VV രാജേഷ് നല്ല ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. മാത്രമല്ല കരമന അജിത്തും കലാകാലങ്ങളായി തിരുവനന്തപുരത്തെ ജനങ്ങളെ കുറച്ചുകൂടി നന്നായി അറിയാവുന്ന, തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് കുറേ നാളുകളായി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് കരമന അജിത്ത് എന്ന് പറയുന്ന ആള്. അദ്ദേഹം BJP-യുടെ ഒരു വേര് തന്നെ എന്ന് പറയാം തലസ്ഥാനത്തെ. അപ്പോ അദ്ദേഹം ഒരുപക്ഷെ കുറച്ചുകൂടി അദ്ദേഹത്തിന് ഈ മേയർ സ്ഥാനത്തേക്ക് വന്നാൽ കുറച്ചുകൂടി ആളുകളെയൊക്കെ സുപരിചിതമായിരിക്കും. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രത്യേക പിന്നെ പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ട. ഇപ്പൊ ശ്രീലേഖയാലും VV രാജേഷിനാലും വേണ്ട, എങ്കിലും കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി പാർട്ടിയെ നയിക്കാൻ കുറച്ചുകൂടി കഴിവുള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു സ്ത്രീ നയിക്കട്ടെ. ഇപ്പൊ ഡൽഹി നയിക്കുന്നത് രേഖാ ഗുപ്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവിടെ കഴിവുള്ള പുരുഷന്മാരില്ലാത്തത് കൊണ്ടല്ല, സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. സ്ത്രീകൾ അങ്ങനെ പ്രവർത്തകരായി മാത്രം നിൽക്കേണ്ടവരല്ല, അവര് ഭരണത്തിന് തലപ്പത്തെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പിന്നെ തലസ്ഥാനം ശ്രീലേഖ ഭരിക്കട്ടെ എന്ന് BJP തീരുമാനിച്ചാൽ അതില് നോ പറയാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അത് പാർട്ടി പറയുന്നത് അനുസരിച്ച് മതിയാകും എന്നുള്ളത്. ശ്രീലേഖ IPS കഴിവുള്ള മികച്ച മാനേജിംഗ് പവറുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർ പറഞ്ഞത് തന്നെയാണ്. കാരണം ഒരു സ്ത്രീ എങ്ങനെയാണ്, എത്ര മികച്ച രീതിയിലാണ് തലസ്ഥാനം കൊണ്ടുപോകുന്നത് എന്ന് മേയർ കുട്ടിക്കും മാമാട്ടിക്കുട്ടിക്കും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരു സ്ത്രീ തന്നെ വരണമെന്നുള്ളതാണ്. എന്തായാലും കേന്ദ്രം തീരുമാനിക്കേണ്ട. ആ സസ്പെൻസ് 26-ാം തീയതി പുറത്തു വരും. എല്ലാം പിന്നെ BJP തുറന്നു പറയും 26-ാം തീയതി ആരായിരിക്കും മേയർ എന്നുള്ളത്. പക്ഷേ ആര്യ രാജേന്ദ്രൻ ഇനി പിണറായി പരിസരത്ത് അടുപ്പിക്കും എന്ന് തോന്നുന്നില്ല. അത്രമാത്രം ആര്യയെ വെറുത്തു കഴിഞ്ഞു പിണറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.